Hi students, I am Femi. Welcome to ASF Academy. Today we are discussing about what is bank and features of bank. Banking insurance first module first part ആണ് bank എന്താണ് features. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ നമുക്ക് ഫസ്റ്റ് പാർട്ട് അതിന്റെ മീനിങ് എന്താന്ന് നോക്കാം എന്നിട്ട് ഡെഫിനിഷനിലേക്ക് പോവാം. മീനിങ് ഓഫ് ബാങ്ക് ആണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ കൂടുതൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ബാങ്ക് എന്താ നോക്കാം. ഈ ബാങ്ക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഐദർ ഓൾഡ് ഇറ്റാലിയൻ വേർഡായ ബാങ്ക എന്നോ അല്ലെങ്കിൽ ഫ്രഞ്ച് വേർഡായ ബാങ്ക്യു എന്നുള്ള വേർഡിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ച് ടേബിൾ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ബാങ്ക് എന്നുള്ള വേർഡ് വന്നതെന്ന് പറഞ്ഞു. ബാങ്ക് എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് എന്താ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത് ഡെപ്പോസിറ്റ്സും അല്ലെങ്കിൽ ലോണും അഡ്വാൻസസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് പറയുന്നു, ബാങ്ക് എന്ന് പറയുന്നു. ബാങ്ക് എന്ന് പറയുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, അതേപോലെ മണി ലെൻഡ് ചെയ്യുക. ഈ രണ്ട് ഫംഗ്ഷൻ ആയിരിക്കും ബാങ്ക് എന്ന് പറയുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രണ്ട് മീനിങ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കി നോക്കാം. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് അതർ റിലേറ്റഡ് സർവീസസ്. ബാങ്ക് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താ ഡീൽ ചെയ്യാം, ഒന്ന് ഡെപ്പോസിറ്റ്സ്, ഫിക്സ്ഡ്, കറന്റ്, സേവിങ്സ്, റെക്കറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെപ്പോസിറ്റ്സ്, അതേപോലെ ലോൺസ് അതായത് അഡ്വാൻസസ് കൊടുക്കുക, പിന്നെ ആൻഡ് അതർ റിലേറ്റഡ് സർവീസസ്. ഈ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, ലെൻഡിങ് ലോൺസ് മാത്രമല്ലാതെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. ലൈക്ക് ഏജൻസി സർവീസസ്, യൂട്ടിലിറ്റി സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ബാങ്ക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദേ മീനിങ്ങിനെ കുറച്ചും കൂടി വേറെ ടൈപ്പിൽ പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് റിസീവ് മണി ഫ്രം ദോസ് ഹൂ സേവ് ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇറ്റ് ലെൻഡ് മണി ടു ദോസ് ഹൂ നീഡ് ഇറ്റ്. ആരുടെ കയ്യിലാണോ സർപ്ലസ് ആയി ഫണ്ട് ഉള്ളത് അത് ഡെപ്പോസിറ്റിന്റെ ഫോമിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആർക്കാണോ ക്യാഷിന് ആവശ്യമുള്ളത് അവർക്ക് ലെൻഡിങ്ങിന്റെ ഫോമിൽ കൊടുക്കും ചെയ്യുകയാണ് എന്ത് പറയുന്ന ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മീനിങ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ 3 ഡെഫിനിഷൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. എക്സാമിന് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 എണ്ണെങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ഡിഫൈൻ ബാങ്കിങ് ആസ് accepting for the purposes of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawal by check, draft order or otherwise. As banking എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യാം. എന്തിനു വേണ്ടി, എന്ത് പർപ്പസസിന് വേണ്ടി ക്യാഷ് എന്തിനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഫോർ ദ പർപ്പസസ് ഓഫ് ഒന്നല്ലെങ്കിൽ ലാൻഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒന്നല്ലെങ്കിൽ കടം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അവരുടെ കാശ് ഡെപ്പോസിറ്റ് എന്ന ഫോമിൽ ആക്സെപ്റ്റ് ചെയ്യുകയും അതേപോലെ എപ്പോഴാണോ ഈ ഡെപ്പോസിറ്ററി ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് എപ്പോഴാണ് റീപേ ചെയ്യേണ്ടത്, ആ ഡിമാൻഡ് ചെയ്യണ റീപേ അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതർവൈസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ചില ഡെപ്പോസിറ്റ്സ് ഒക്കെ മെച്യൂരിറ്റി പീരിയഡിലോ ലൈക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ നമ്മൾ മെച്യൂരിറ്റി പീരിയഡിലാണ് കൊടുക്കുക. അപ്പൊ അവർക്ക് മെച്യൂരിറ്റി പീരിയഡ് ആവുമ്പോൾ അവർക്ക് കൊടുക്കുക. ആൻഡ് വിഡ്രോവൽ, ഇനി ഡെപ്പോസിറ്റർ എങ്ങനെ വിഡ്രോ ചെയ്യുക, ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർഡർ ആൻഡ് അതർവൈസ് ഇങ്ങനെയുള്ള ഫോമിലായിരിക്കും വിഡ്രോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അവരുടെ കാശ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ലെൻഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട്. ഇനി അവർക്ക് എപ്പോഴാണ് റിട്ടേൺ ചെയ്യുന്നത്, അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ റീപേ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി പീരിയഡ് വരുമ്പോഴോ നമ്മൾ റീപേ ചെയ്യുക. അതോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ചെക്ക് ആയിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ ഓർഡർ ആയിട്ടൊക്കെ ആണെങ്കിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ ആ ഒരു ഫോമിൽ അത് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് ബാങ്കിങ് എന്ന് പറയുന്നത്.
ഇനി അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കസ്റ്റഡി ഓഫ് മണി വിച്ച് ഇറ്റ് പേ ഔട്ട് ഓൺ കസ്റ്റമേഴ്സ് ഓർഡർ. കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ട് അവരുടെ ക്യാഷ് പേ ചെയ്യുക, അതായത് കസ്റ്റമേഴ്സിന്റെ ക്യാഷ് കസ്റ്റോഡിയൻ ആയിട്ട് ആക്ട് ചെയ്യാണ് ബാങ്ക്. എന്നിട്ട് അവരുടെ ഓർഡർ അനുസരിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? കസ്റ്റമേഴ്സ്, ബാങ്കിന്റെ കസ്റ്റമേഴ്സിന്റെ ക്യാഷിന്റെ ഒരു കസ്റ്റോഡിയൻ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവർ പറയുന്ന സമയത്ത്, അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് പേ ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഇതിലാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ഡെഫിനിഷൻ ക്രോദർ ഡിഫൈൻഡ്. അദ്ദേഹം പറയുന്നത് എ ബാങ്ക് കളക്ട് മണി ഫ്രം ദോസ് ഹു ഹാവ് ഇറ്റ് സ്പെയർ or who are saving it out of their income and lending this money to those who require it. സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ. ബാങ്ക് എന്ന് പറയുന്നത് കളക്ട് ചെയ്യാണ്. ആരുടെ കയ്യിലാണോ എക്സ്ട്രാ ക്യാഷ് ഇല്ല, അഡീഷണൽ ക്യാഷ് ഉള്ളത്, സ്പെയർ ആയിട്ട് അവരുടെ ഇൻകംന്ന് അവരുടെ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് സേവിങ്സ് ആയിട്ട് എക്സ്ട്രാ ആരുടെ കയ്യിലാണോ ക്യാഷ് ഉള്ളത് അത് നമ്മൾ ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുകയും എന്നിട്ട് ആർക്കാണോ ക്യാഷിന് റിക്വയർമെന്റ്സ് ഉള്ളത് അവർക്ക് ലെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ബാങ്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാങ്ക് കാശുള്ള ആൾക്കാരുടെ ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറ്ററി ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് 3 ഡെഫിനിഷൻസ്. നെക്സ്റ്റ് നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക് ആണ് നോക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ബാങ്കിൽ ഫസ്റ്റ് വൺ, ഡീലിംഗ് ഇൻ മണി. ബാങ്ക് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഓൾറെഡി പറഞ്ഞു. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്ന മണി ആയിട്ടാണ്. അതായത് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഡെപ്പോസിറ്റേഴ്സിന്റെ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് വെച്ചിട്ടാണ് അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. ബാങ്കിങ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ മണി. ഓക്കെ, ബാങ്കിങ് ബിസിനസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് എന്നാണ്. ബാങ്കിങ് ബിസിനസ് എന്നുള്ള ഫീച്ചറിൽ പറയുന്നത് ഒരു ബാങ്കിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് ബാങ്ക് ആണ്. അവർ കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. അതിന്റെ കൂടെ മറ്റ് അതർ സർവീസസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൈമറി അവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. അല്ലാതെ ഒരിക്കലും മറ്റ് ബിസിനസിന്റെ ഒരു സബ്സിഡറി ആയിട്ട് ചെയ്യില്ല. ഏതെങ്കിലും ഒരു ബിസിനസ് സബ്സിഡറി പോർഷൻ ആയിട്ട് ചെയ്യുന്നതല്ല ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് പോയിന്റ്, നെയിം ഐഡന്റിറ്റി. ഏതൊരു ബാങ്ക് എടുക്കുകയാണെങ്കിലും ആ ബാങ്കിന്റെ വേർഡ്, അവരുടെ ബാങ്കിങ്ങിന്റെ പേരിന്റെ കൂടെ ദ വേർഡ് ബാങ്ക് എന്തായാലും ഒരു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, എ ബാങ്ക് ഷുഡ് ഓൾവേസ് ആഡ് ദ വേർഡ് ബാങ്ക് ടു ദ നെയിം ടു ദി. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? ആ ഒരു ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ ഏത് ബാങ്കാണ് ബാങ്ക് എന്ന്. അപ്പോൾ മറ്റുള്ളവർക്ക്, സാധാ ആൾക്കാർക്ക് ഇത് ബാങ്ക് ആണെന്നും ഇതിൻ്റെ ഉള്ളില് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലെൻഡിങ് മണി എന്നുള്ള ഫംഗ്ഷൻ ആണ് നടക്കണമെന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് എന്നുള്ള ഒരു വേർഡ് നിർബന്ധമായിട്ട് കൊടുക്കുന്നത്. നെയിം ഐഡന്റിറ്റി. ഫോർത്ത് പോയിന്റ്, ഇൻഡിവിജ്വൽ, ഫേം ആൻഡ് ഓർ കമ്പനി. ബാങ്ക് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഫേം ആവാം, അല്ലെങ്കിൽ കമ്പനി ആവാം. പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ അല്ലേ, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീച്ചർ പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ബിസിനസ്, കമ്പനി ആണെങ്കിലും എന്താണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ബിസിനസ് ബാങ്കിങ് തന്നെ ആയിരിക്കും. അതാണ് ഫോർത്ത് പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ്, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ബാങ്കിങ്ങിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിലുള്ള ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മണി ഫ്രം ദ പബ്ലിക് ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ്. ഇനി ഇത് എപ്പോഴാണ് അവർക്ക് റീപേ ചെയ്യുക? ഐദർ അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റ്സിന്റെ കാലാവധി എക്സ്പയറി ആവുമ്പോൾ. എത്രയാണ് പീരിയഡ്? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 5 ഇയേഴ്സിനായിട്ടെങ്കിൽ 5 ഇയേഴ്സ് കഴിയുമ്പോൾ എക്സ്പയറി ആവും. അപ്പോൾ അവർക്ക് അത് റിട്ടേൺ ചെയ്യാം. അതേപോലെ തന്നെ ബാങ്ക് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഒരു സേഫ്റ്റി കൊടുക്കുന്നുണ്ട്, അവരുടെ ഡെപ്പോസിറ്റ്സിന് ഒരു സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ അവരുടെ ഫണ്ട്സിന്റെ ഒരു കസ്റ്റോഡിയൻ ആണ് ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഗിവിംഗ് അഡ്വാൻസസ്. ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഗിവിംഗ് അഡ്വാൻസസ്. ബാങ്ക് പല ഡിഫറെന്റ് ഫോംസിൽ ഡിഫറെന്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ആർക്കാണോ ക്യാഷ് റിക്വയർ ആവശ്യമുള്ളത് അവർക്ക് ലോൺസ് ആയിട്ട് ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൗസിംഗ് ലോൺ, കാർ ലോൺ, അങ്ങനെ ഒരുപാട് മോർട്ടഗേജസ് ലോൺസ്, കുറേ ലോൺസ് ഉണ്ടല്ലോ. അങ്ങനെയല്ല, ബാങ്ക് ലെൻഡ് ആ ഒരു കിട്ടിയ അവരുടെ ഡെപ്പോസിറ്റിലുള്ള ആ ക്യാഷ് ഔട്ട് ഓഫ് ദാറ്റ് മണി ഇൻ ദ ഫോം ഓഫ് ലോൺ ടു ദോസ് ഹു റിക്വയർ ഇറ്റ് for different purposes. Okay,
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയ എന്താണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി എന്നുള്ളതല്ലാതെ മറ്റ് പല സർവീസസും ബാങ്ക് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു സർവീസസ് ആണ് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. അതായത് ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഏജൻസി സർവീസസ് പറഞ്ഞാൽ ബാങ്ക് എന്താണ് അതിന്റെ കസ്റ്റമേഴ്സിന് ബിഹാഫായിട്ട് പല ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. ആക്ട് ആസ് എൻ ഏജന്റ്, ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് കളക്ട് ചെയ്യുക, പർച്ചേസ് സെയിൽ ഓഫ് സെക്യൂരിറ്റി, അതേപോലെ ഡീല് ഫോറിൻ എക്സ്ചേഞ്ച് കസ്റ്റമേഴ്സിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് ഏജൻസി സർവീസസ്. ഒരു ഏജന്റായി ആക്ട് ചെയ്യാറ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം ഫങ്ഷൻസ് പറയുമ്പോൾ. ഇപ്പൊ ജസ്റ്റ് ടച്ച് ചെയ്തു പോവാം. യൂട്ടിലിറ്റി സർവീസസ് പറയുന്ന ബാങ്ക് ഒരുപാട് യൂട്ടിലിറ്റി സർവീസസ് കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ലോക്കർ ഫെസിലിറ്റി, സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ്, അതേപോലെ പ്രൊവൈഡിങ് വാല്യൂബിൾ ഇൻഫോർമേഷൻസ്, അങ്ങനെയുള്ള യൂട്ടിലിറ്റി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആൻഡ് വിഡ്രോവൽ എന്നാണ്. അതായത് ഒരു ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഈസി പേയ്മെന്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റി ആയിരിക്കും ടു ഇറ്റ്സ് കസ്റ്റമേഴ്സിന്. എങ്ങനെ, ചെക്ക് ആയിട്ടും ഡ്രാഫ്റ്റ് ആയിട്ടൊക്കെ ഈസി ആയിട്ട് അവരെ പേയ്മെന്റ്സ് നടത്താനും വിഡ്രോവൽസ് നടത്താനും ഡിഫറെന്റ് ഫെസിലിറ്റീസ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്നാൽ പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയന്റഡ്. ബാങ്ക് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ കൂടെ എന്താണ്, സർവീസ് ഓറിയന്റഡ് അപ്രോച്ച് ആണ്. രണ്ടും ഉണ്ട്. വെറും സർവീസസ് മാത്രമല്ല, പ്രോഫിറ്റ് സീക്കിംഗും ഉണ്ട്. പ്രോഫിറ്റും വേണം, കൂടെ സർവീസ് ഓറിയന്റഡ് അപ്രോച്ചും കൂടിയാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ്, കണക്റ്റിംഗ് ലിങ്ക്. ബാങ്ക് എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ഇൻ ബിറ്റ്വീൻ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് മണി. ആരുടെ കയ്യിലാണോ ക്യാഷ് ഉള്ളത് അവരുടെ അടുത്ത് കളക്ട് ചെയ്ത് ആർക്കാണോ ക്യാഷ് വേണ്ടത് അവർക്ക് ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്ററി ആണ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് എന്ന് പറയുന്നത് കണക്റ്റിംഗ് ലിങ്ക് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എന്താ ബാങ്ക് പറഞ്ഞു, അതിന്റെ മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, ഫീച്ചേഴ്സ് ഒരു 10 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്തുതരാം അവിടുന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.